ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ശ്രീ സുഭാഷ് ചന്ദ്രൻ്റെ സമുദ്രശില എന്ന കൃതിയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ഉപാധികളില്ലാത്ത സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു സ്ത്രീയുടെ അന്വേഷണമാണ് ഈ കൃതി. പ്രഹേളിക സ്വഭാവമുള്ള ഒരു സ്ത്രീ ജീവിതത്തെ ഭാഷയുടെയും ഭാവനയുടെയും അച്ചിലിട്ട് വാർത്ത പ്രതീതി. മനുഷ്യനെന്ന മഹാസത്യത്തെയും ഉപാധികളില്ലാത്ത സ്നേഹത്തെയും കുറിച്ചുള്ള എഴുത്തുകാരൻ്റെ ഒരു സർഗാന്വേഷണം. വായിച്ച സമയത്ത് വളരെയധികം മാനസിക സംഘർഷങ്ങളിലൂടെ കൊണ്ടു നടന്ന ഒരു കൃതിയാണ് ഇത്. 2 വർഷം മുമ്പ് ഈ കൃതി വായിച്ചപ്പോൾ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിന് അടിമപ്പെടുകയും ഇതിലെ ഓരോ അധ്യായങ്ങളും നമ്മളെ കുറേ നാളത്തേക്കെങ്കിലും മതിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അംബ എന്ന സ്ത്രീ കഥാപാത്രമാണ് ഇതിൽ കേന്ദ്ര കഥാപാത്രമായി വരുന്നത്. നമുക്കറിയാവുന്ന, വായനക്കാർക്കറിയാവുന്ന, ഓരോ മനുഷ്യനും അറിയാവുന്ന അംബ മഹാഭാരതത്തിലെ അംബയാണ്. ശ്യാലനെ സ്നേഹിച്ച് പിന്നീട് ഭീഷ്മ പിതാമഹൻ തട്ടിക്കൊണ്ടുപോയ അംബ. അവിടെ വെച്ച് തനിക്കൊരു പ്രണയമുണ്ടെന്നും തനിക്ക് അവിടേക്ക് തിരിച്ചു പോകണമെന്നും അംബ ആവശ്യപ്പെടുന്നത് പ്രകാരം ഭീഷ്മ പിതാമഹൻ അവളെ വിട്ടയക്കുന്നു. പിന്നീട് ശ്യാലൻ അവളെ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സ്വയം ചിതയൊരുക്കുകയും അതിൽ ആത്മാഹുതി ചെയ്യാൻ അംബ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. പിന്നീട് ശിഖണ്ഡിയായി പുനർജന്മമെടുത്ത അംബയെയാണ് നാം കാണുന്നത്. ചിത കൂട്ടിയെടുത്തു നിന്ന് അംബ തൻ്റെ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായി മഹാഭാരതം എഴുതിയ ശ്രീ വ്യാസ മഹർഷിയെ സന്ദർശിക്കുന്നു. അവൾ 2 ചോദ്യങ്ങൾ അംബയോട് ചോദിക്കുന്നു. മഹാഭാരതത്തിൽ കാണാത്തതൊന്നും ഈ ലോകത്തെവിടെയും കാണില്ല എന്നും മഹാഭാരതത്തിൽ ഉള്ളതെല്ലാം ഈ ലോകത്ത് എല്ലായിടത്തും കാണുമെന്നാണല്ലോ താങ്കൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ 2 ചോദ്യത്തിന് അങ്ങ് ഉത്തരം തരണം. അതിലൊന്നാമത്തെ ചോദ്യം ഇതാണ്: മഹാഭാരതത്തിൽ നിങ്ങൾക്ക് ഉപാധികളില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് എഴുതാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല എന്നാണ് വ്യാസമഹർഷി നൽകിയ മറുപടി. അങ്ങനെയെങ്കിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരിമാരായ അംബികയും അംബാലികയും വിചിത്രവീരനെയും ചിത്രവീരനെയും മരിച്ചതുപോലെ പിന്നീട് അങ്ങിൽ അവർക്ക് ധൃതരാഷ്ട്രയെന്നും പാണ്ഡുവെന്നും 2 മക്കളുണ്ടായതുപോലെ ഞാനും അങ്ങയെ പ്രാപിക്കുകയാണെങ്കിൽ എനിക്കുണ്ടാകുന്ന ഒരു കുഞ്ഞിനും അതേ ഗതിയായിരിക്കുമോ? എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടായിരിക്കുമോ അവൻ ഈ ഭൂമിയിൽ അവതരിക്കുക എന്നുമുള്ള ചോദ്യത്തിന് ഉത്തരം തരാൻ വേണ്ടി അവൾ വ്യാസമഹർഷിയോട് അഭ്യർത്ഥിക്കുന്നു. സ്വന്തം ഇഷ്ടപ്രകാരമല്ലല്ലോ നീ എന്നോടൊപ്പം കഴിയുന്നത്. അതുകാരണം നിനക്കും സ്വ ഇച്ഛയാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു മകന് മാത്രമേ, അല്ലെങ്കിൽ ഒരു മകൾക്ക് മാത്രമേ, ഒരു കുഞ്ഞിന് മാത്രമേ ജന്മം നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ്. അത് കേട്ട് അംബ ഞെട്ടിത്തരിച്ചുപോയി. അംബയെയാണ് മഹാഭാരതത്തിൽ നമുക്ക് പരിചയമുള്ള അംബ. ഇനി നമുക്ക് കഥയിലെ കേന്ദ്ര കഥാപാത്രമായ അംബയിലേക്ക് വരാം. ചന്ദ്രിക ടീച്ചറുടെയും ബാലഗംഗാധരൻ്റെയും ഏകമകൾ. പിന്നീട് ചരിത്രാധ്യാപകനായ സിദ്ധാർത്ഥനെ കല്യാണം കഴിക്കുന്നു. അവളുമായി യാതൊരു തരത്തിലും രമ്യതയിൽ പോകാത്തൊരു ബന്ധം. അവളുടെ സാഹിത്യ അഭിരുചികളെ പലപ്പോഴും കളിയാക്കിക്കൊണ്ടും അവളെ ഒരു നിഷ്ഠൂര ജീവിയായി കണ്ടുകൊണ്ടുമാണ് പലപ്പോഴും അയാളുടെ സംഭാഷണങ്ങളും പ്രവർത്തികളും എല്ലാം. പിന്നീട് അവർക്കൊരു മകൻ ജനിക്കുന്നു. ജന്മന ഓട്ടിസ്റ്റിക്കായ സെറിബ്രൽ പാൾസി ബാധിച്ച ഒരു മകന് പേരിടണ സമയത്ത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനായ പത്മരാജന്റെ പേരിടാൻ അവൾ ആഗ്രഹിക്കുന്നു. ഭർത്താവായ സിദ്ധാർത്ഥ മേനോൻ അതിന് സമ്മതിക്കുന്നില്ല. പിന്നീട് തൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ പത്മരാജന്റെ സ്വന്തം മകന്റെ പേര് അനന്തപത്മനാഭൻ എന്ന പേര് തൻ്റെ കുഞ്ഞിന് സ്വീകരിക്കുന്നു. പിന്നീട് അവനെ അപ്പു എന്ന് വിളിക്കുന്നു. അതിനിടയിലും ദാമ്പത്യം സുഖകരമല്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത ഫ്ലാറ്റിൽ വെച്ച് മറ്റൊരു സ്ത്രീയുടെ മുറിയിൽ നിന്ന് സിദ്ധാർത്ഥനെ കണ്ടുപിടിക്കുമ്പോഴും അയാൾ എപ്പോഴും അവളെ എന്നൊരു വാക്കുപയോഗിച്ചുകൊണ്ട് ഏറ്റവും നിഷ്ഠൂരമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അയാൾ. അവളെ എത്രമാത്രം അകറ്റി നിർത്താമോ,
എത്രമാത്രം തകർക്കാമോ അത്രയും ഒന്നിനും പറ്റാത്ത ഒരു സ്ത്രീയാണ് അവൾ എന്ന രീതിയിൽ എപ്പോഴും അദ്ദേഹം ആ ഒരൊറ്റ വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അവളോട് സംസാരിക്കുക. അങ്ങനെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ നിന്ന് അദ്ദേഹത്തെ വേറൊരു സ്ത്രീയുടെ കൂടെ കണ്ടുപിടിക്കുകയും അതിൻ്റെ പേരിൽ വഴക്കാവുകയും ചെയ്യുന്നു. പിന്നീട് അവൾ അയാളിൽ നിന്ന് വിവാഹമോചനം നേടണം. തനിക്ക് തൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ സ്വാതന്ത്ര്യത്തോടെ ഒരു ജീവിതം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അയാളിൽ നിന്ന് ഒഴിവാക്കി പോകുന്നു. പിന്നീട് തൻ്റെ അമ്മയുമൊത്ത് മകനുമായി മറ്റൊരു നഗരത്തിൽ ഒരു ഫ്ലാറ്റിൽ ജീവിതം തുടങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യമെല്ലാം അമ്മയുടെ സഹായത്തോടു കൂടിയാണ് അവൾ മകൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നതും ജോലിക്ക് പോയിരുന്നതും. പിന്നീട് അമ്മയും കിടപ്പിലാകുന്നു. ഒരു മുറിയിൽ അമ്മയും മറ്റേ മുറിയിൽ മകനും കിടപ്പിൽ. ഇതൊരു സ്ത്രീയും ഇതിലും വലിയൊരു ദുരിതപർവം താണ്ടുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അതിരാവിലെ അമ്മയുടെ മുറിയിൽ നിന്ന്, അമ്മയുടെ മലമൂത്ര വിസർജനങ്ങളിൽ നിന്ന് തൊട്ടടുത്ത മുറിയിലെ മകൻ്റെ രേതസാർന്ന വിസർജനങ്ങളിലേക്കുള്ള യാത്ര. ആ യാത്രയിൽ ഒരു പ്രഭാതത്തിൽ അവൾ അറിയാതെ ഓർത്തു പോവുകയാണ്, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മനുഷ്യൻ സ്ത്രീ തന്നെയാണ്. അതായത് ഉപാധികളില്ലാതെ ഒരാളെ സ്നേഹിക്കാൻ കഴിയുക സ്ത്രീക്ക് മാത്രമാണ്. അല്ലെങ്കിൽ അമ്മയുടെ മലമൂത്ര വിസർജനങ്ങളിൽ നിന്ന് മകൻ്റെ രേതസാർന്ന വിസർജനങ്ങളിലേക്ക് ഒരു ബാധകളുമില്ലാത്ത സ്നേഹം വെച്ചുകൊണ്ട് വേറെ ആർക്ക് അവരെ ശുശ്രൂഷിക്കാൻ കഴിയും? വേറെ ആർക്ക് അവരെ നോക്കാൻ കഴിയും? പിന്നീട് അമ്മ മരണപ്പെടുന്നു. പിന്നീടാണ് അവൾ മനസ്സിലാക്കുന്നത്, 21 വയസ്സുകാരനായ മകൻ പണ്ടുകാലത്തൊക്കെ മൊബൈലിൽ ഫുട്ബോൾ കണ്ട് സമയം ചിലവഴിച്ചിരുന്ന തൻ്റെ മകൻ പിന്നീട് കാണുന്നത് തൻ്റെ പ്രായമുള്ള സ്ത്രീകളുമൊത്തുള്ള ആൺകുട്ടികളുടെ ലൈംഗിക വീഴ്ചകളാണ്. അക്ഷരാർത്ഥത്തിൽ അവൾ ഞെട്ടിപ്പോയി. പിന്നീട് മകൻ്റെ മൊബൈലിലെ കോൾ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോഴും എൻ്റെ മൊബൈൽ അവൾ പരതുമ്പോഴും അവൾക്ക് കാണാൻ കഴിയുന്നത് കുറച്ച് വർഷങ്ങളായി മകൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കാഴ്ചകളാണെന്ന് എഴുത്തുകാരൻ നമ്മോട് പറയുമ്പോൾ ഇന്നത്തെ സമൂഹത്തിൻ്റെ നേർക്കുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ്. ജന്മന ചലിക്കാൻ കഴിയാത്തൊരു കുഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടാണ് സമയം നീക്കുന്നതെങ്കിൽ എല്ലാറ്റിനും കഴിയുന്ന നമ്മുടെ മക്കൾക്ക് എന്തൊക്കെ കണ്ട് ഏതൊക്കെ രീതിയിൽ നശിക്കാൻ എത്രയെത്ര അവസരങ്ങളാണ് എന്നുള്ളത് കഥാകാരൻ നമ്മൾക്ക് കാണിച്ചു തരിക കൂടിയാണ് ഇതിലൂടെ ചെയ്യുന്നത്. സുഭാഷ് ചന്ദ്രനും ഈ സ്ത്രീയുമായി എങ്ങനെയാണ് ബന്ധം? ഈ കഥ സത്യം തന്നെയാണോ അതോ അദ്ദേഹത്തിൻ്റെ ഭാവനയാണോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ ഈ കൃതി വായിക്കുമ്പോൾ നമുക്ക് സംശയം തോന്നാം. കാരണം യാദൃശ്ചികമായി ദന്ത ഡോക്ടറെ കാണാൻ അവൾ പോവുകയും അവിടെ കിടന്നൊരു മാസികയിൽ വെച്ച് സുഭാഷ് ചന്ദ്രൻ്റെ ഒരു ലേഖനം കാണുകയുമാണ്. സുഭാഷ് ചന്ദ്രനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂടി വെള്ളിയാങ്കല്ലിലേക്ക് നടത്തിയ ഒരു യാത്രയുടെ വിവരണങ്ങളായിരുന്നു അത്. അവൾക്കത് മുഴുവനായി വായിക്കാനൊന്നും കഴിഞ്ഞില്ല. എങ്കിലും ആ ലേഖനം അത് എഴുതിയ ആളുടെ പേരും മനസ്സിൽ മായാതെ കിടന്നു. കാരണം വെള്ളിയാങ്കല്ലിൽ കഥയിൽ പറയുന്നുണ്ട്, വെള്ളിയാങ്കല്ലിലേക്ക് അവളും അവളുടെ കാമുകനുമായി കല്യാണത്തിൻ്റെ 10 ദിവസം മുൻപ് നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് കഥയിൽ പറയുന്നുണ്ട്. വളരെ രസകരമായൊരു അധ്യായമാണത്. നമുക്കും അങ്ങനെ ഒരു യാത്ര വെള്ളിയാങ്കല്ലിലേക്ക് പോകണമെന്നും ഒരു രാത്രി അവിടെ ചെലവിടണമെന്നും ഈ കഥ വായിക്കുന്ന ആർക്കും മനസ്സിലാവും. പക്ഷെ അതൊരിക്കലും യാഥാർത്ഥ്യമായിരുന്നില്ല. അവളുടെ മനസ്സിലൊരു കഥ അല്ലെങ്കിൽ ഒരു മനസ്സിലൊരു ചിന്ത ആയിരുന്നു അത്. നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മളറിയാത്തൊരു വ്യക്തിയെയും നമ്മളറിയാത്ത സുഖകരമായ നിമിഷങ്ങളെയും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെയും എല്ലാം മനസ്സിൽ സ്വപ്നം കണ്ട് അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാണെന്ന് ധരിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടാറുണ്ട്, അനുഭവിക്കാറുണ്ട്. അതിൻ്റെ സുഖത്തിൽ നമ്മൾ ജീവിച്ചു പോകാറുണ്ട്. എഴുത്തുകാരനോട് അവൾ പറയുന്നത് അത് സത്യം തന്നെയാണ്, അങ്ങനെ ഒരു യാത്ര ഞാൻ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. എപ്പോഴും ഉപാധികളില്ലാത്ത സ്നേഹത്തെയാണ് അവൾ ആഗ്രഹിച്ചിരുന്നത്, അവൾ തിരഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എവിടെയും ഉപാധികളില്ലാത്തൊരു സ്നേഹം കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് സത്യം. പിന്നീട് ജലാലുദ്ദീൻ റൂമി എന്ന് പറഞ്ഞൊരാളുമായി പ്രണയത്തിൽ ഏർപ്പെടുന്നു. ഫോണിലൂടെ മധുരപരമായ വാക്കുകളും അവൾക്ക് ഇത്തിരി സാഹിത്യ അഭിരുചി ഉള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും സംസാരിച്ചുകൊണ്ട് അവളെ കീഴ്പ്പെടുത്തുന്നു. വാക്കുകൾ കൊണ്ട് അവളെ കീഴ്പ്പെടുത്തുന്നു. അവൾ അറിയാതെ തെറ്റിദ്ധരിക്കപ്പെടുന്നു. അയാൾക്ക് തന്നോട് ഉപാധികളില്ലാത്ത സ്നേഹം തന്നെയാണെന്ന് അവൾ
തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. ഭിന്നശേഷി കുട്ടികൾക്ക് ഉള്ള ഒരു ക്ലാസ്സിൽ വെച്ചുകൊണ്ട് അതിൻ്റെ മോഡറേറ്ററായ സ്ത്രീ സംസാരിക്കുകയാണ്. അത്രയും കാരുണ്യമുള്ള, അത്രയും നല്ല മനസ്സുള്ള സ്ത്രീകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള വിഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുണ്ടാകൂ. അത്രയും കരുതലോടുകൂടി, അത്രയും സ്നേഹത്തോടുകൂടി, അത്രയും നല്ല മനസ്സോടുകൂടി ജനിക്കുന്ന ഒരു സ്ത്രീക്ക് മാത്രമേ ദൈവം ഇങ്ങനെയുള്ള കുട്ടികളെ കൊടുക്കൂ എന്നാണ്. അപ്പോൾ തിരിച്ച് കഥാപാത്രമായ അമ്പ അവരോട് ചോദിക്കുന്നുണ്ട്, അതിന് അവർക്ക് ആയുസ്സും കൂടി നീട്ടിക്കൊടുക്കേണ്ടേ എന്ന്. അതിന് കാരണം മറ്റൊന്നാണ്. താൻ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അമ്പ തിരിച്ചറിയുകയാണ്. അങ്ങനെയുള്ള തന്നെ, അല്ലെങ്കിൽ തൻ്റെ മകനെ ഇനി ആര് നോക്കും? മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ഇനി എന്തു ചെയ്യും? 21 വയസ്സായ, സ്വമേധയ ഒന്നിനും കഴിയാത്ത, ചലിക്കാൻ പോലും കഴിയാത്ത തൻ്റെ മകൻ്റെ ജീവിതം ഇനി എന്താകും? വിഭിന്നശേഷി കുട്ടികളായ എല്ലാ അമ്മമാരെയും ഏതു കാലത്തും ഉലയ്ക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത്. കാരണം ഇങ്ങനെയുള്ള കുട്ടികളുടെ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ ഈ കഥയിൽ നന്നായി അമ്പയിലൂടെ സുഭാഷ് ചന്ദ്രൻ വരച്ചു കാട്ടുന്നു. പിന്നീട് അവളൊരു തീരുമാനമെടുക്കുകയാണ്. താനും തൻ്റെ മകനും കൂടി ഈ ജീവിതം ഉപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ എന്നേക്കുമായി അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. അതിനിടയിലാണ് മകൻ്റെ ഈ സ്വഭാവ വൈചിത്രങ്ങൾ അവൾ അറിയുന്നതും ഞെട്ടലോടെ, സങ്കടത്തോടെ അത് ഉൾക്കൊള്ളുന്നതും. പിന്നീട് വ്യാസപൂർണിമ ദിനത്തിൻ്റെ അന്നാണ് അവൾ ഈ ഭൂമി വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നതും അതിനായി ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നതും, വ്യാസപൂർണിമ ദിവസം തിരഞ്ഞെടുക്കുന്നതും. മകന് വീഞ്ഞു നൽകി, അവന് രതിമൂർച്ചയും മൃതിമൂർച്ചയും ഒപ്പം നൽകിയാണ് മകനെ മരണത്തിലേക്ക് അമ്മ തള്ളിവിടുന്നത്. കഥയുടെ അവസാനം അങ്ങനെയാണ്. മകന് വീഞ്ഞിനോടൊപ്പം രതിമൂർച്ചയും മൃതിമൂർച്ചയും നൽകുന്നു. ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നാം, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ ഒരു ജീവിതത്തിൽ? എങ്കിലും അത് തന്നെയാണ് സത്യം, അത് തന്നെയാണ് യാഥാർത്ഥ്യമെന്ന് എഴുത്തുകാരൻ കഥയിലൂടെ നമ്മോട് പറയുന്നു. എഴുത്തുകാരൻ്റെ ഉള്ളിൽ ജനിച്ച സ്ത്രീ, എഴുത്തുകാരൻ്റെ ഉള്ളിലുള്ള സ്ത്രീ അമ്പയാണെന്നും അമ്പയുടെ ഉള്ളിലുള്ള സ്ത്രീ എഴുത്തുകാരനായ സുഭാഷ് ചന്ദ്രനാണെന്നും ഈ കൃതി നമ്മോട് ബോധ്യപ്പെടുത്തുന്നു. ഒരിക്കലും തൻ്റെ കഥ ഈ ലോകത്തോട് പറയരുതെന്ന് എഴുത്തുകാരനോട് അമ്പ അപേക്ഷിച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കഥ വായിക്കുമ്പോൾ. പക്ഷേ എഴുത്തുകാരൻ അത് തെറ്റിച്ചിരിക്കുന്നു. എങ്കിലും കഥയുടെ അവസാനം അമ്പ ഇങ്ങനെ പറയുന്നതായിട്ട് രേഖപ്പെടുത്തുന്നു: എന്നെ ജീവിപ്പിച്ച, എന്നെ ജനിപ്പിച്ച, എന്നെ ജീവിപ്പിച്ച, എന്നെ മരിപ്പിച്ച, എന്നെ ഇല്ലാതാക്കിയ എൻ്റെ പ്രിയ എഴുത്തുകാരന് നന്ദി. അങ്ങനെയാണ് കൃതി അവസാനിക്കുന്നത്. അടുത്ത മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും. ഉപാധികളില്ലാത്ത സ്നേഹം തിരഞ്ഞ് നമുക്ക് തളർന്നു പോകാതിരിക്കാം. നന്ദി, നമസ്കാരം. കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: എന്നെ കണ്ടെത്തിയ, എന്നെ ജനിപ്പിച്ച, എന്നെ ജീവിപ്പിച്ച, എന്നെ മരിപ്പിച്ച പ്രിയ എഴുത്തുകാരാ, നിങ്ങൾക്ക് നന്ദി. എല്ലാറ്റിനോടും നന്ദി. ഉപാധികളില്ലാത്ത സ്നേഹം തേടി നമുക്ക് ഇനിയും അലയാം. അടുത്തത് മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും.